ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ചെമ്പനീർ പൂവിൽ സുധിയുടെ കട ഇനോഗ്രേഷന് ചന്ദ്രമതിയാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ചന്ദ്രമതിയുടെ കൂടെ വിശിഷ്ടാതിഥിയായിട്ട് മഹിമയെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനോഗ്രേഷൻ കഴിഞ്ഞ് എല്ലാവരും കടയുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇനി സെയിൽ എടുക്കണ്ടേ? അപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിൽ എന്താ വെച്ചാൽ മഹിമനെ വിശിഷ്ടാതിഥിയായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓർഡർ അവിടെ നിന്ന് എടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്രമതി കൊടുത്തേക്കുന്നത് മഹിമേനെ. അത് കഴിഞ്ഞ് രേവതി ഇങ്ങനെ നോക്കിയിട്ടൊരു മിക്സ് എടുക്കണം. അപ്പോൾ സച്ചി ചോദിക്കേണ്ട എന്തെങ്കിലും രേവതി മിക്സ് ചോദിക്കുമ്പോൾ പറയണം നമ്മുടെ വീട്ടിലത്തെ മിക്സ് നാശമായി തുടങ്ങി, മറ്റതിനൊക്കെ ഭയങ്കര വിലയല്ലേ, ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമാണല്ലോ ഒരു മിക്സ് എന്ന് പറഞ്ഞിട്ട് രേവതി മിക്സ് സെലക്ട് ചെയ്യാണ്. മിക്സ് സെലക്ട് ചെയ്ത സമയത്ത് ചന്ദ്രമതി പറയാണ് ഫസ്റ്റ് കസ്റ്റമർ മഹിമയാണ്, മഹിമയുടെ കൈ കൊണ്ട് വേണം നമുക്ക് ആദ്യത്തെ എന്നൊക്കെ പറയാണ്. അപ്പം മഹിമ ചോദിക്കുകയാണ് സുധി ഇവിടെ എ സിയിൽ ചോദിക്കുമ്പോൾ എ സിൻ്റെ പറഞ്ഞ് എ സിയുടെ മോഡലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് പോകുമ്പോൾ 1.5 ലക്ഷം രൂപയാണ് പറയുന്നത്, അത് കാണിച്ചു തരാൻ പറയുമ്പോൾ കടയിലത്തെ ആളേനെ വിളിച്ചിട്ട് മഹിമയ്ക്ക് എ സി കാണിച്ചു കൊടുക്കാൻ പറയണം. ഇതിൻ്റെ ഇടയിൽ കടയിലത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കടയിലത്തെ മുതലാളി മുന്നുണ്ടായിരുന്ന ഓണർ സുധിക്ക് കൈമാറി സുധിയോട് പറയണു, വളരെ നല്ലൊരാൾക്ക് തന്നെ എൻ്റെ കട കൈമാറിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവർ ആദ്യം തൊട്ട് ഈ കടയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ കൂടെ ഉള്ളവരാണ്, ഇവരെ ഇവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വയസ്സായ 2 സ്റ്റാഫുകളെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ സുധി ഓക്കെ എന്നൊക്കെ പറയുന്നത് സുധിക്ക് പേപ്പറുകളൊക്കെ കൈമാറി എല്ലാം ഐശ്വര്യമായിട്ട് അതെല്ലാം കഴിഞ്ഞു. മഹിമ ആദ്യത്തെ കസ്റ്റമർ ആവാൻ വേണ്ടിയിട്ട് എ സി നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ രേവതി മിക്സ് എടുത്തു. പിന്നെ ശ്രീകാന്ത് വർഷയൊക്കെ എന്തൊക്കെയോ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി പറയണു, രേവതി മിക്സ് എടുത്ത് വന്ന സമയത്ത് ചന്ദ്രമതി പറയണു സുധി ഫസ്റ്റ് കസ്റ്റമർ മഹിമയാണ്, മഹിമയുടെ അടുത്ത് നിന്ന് മേടിക്കണം ആദ്യത്തെ കച്ചവടം എന്നൊക്കെ പറയാണ്. ആദ്യത്തെ കച്ചവടം എന്ന് പറഞ്ഞിട്ട് മഹിമ അപ്പയ്ക്ക് എ സി മേടിച്ചു, അതിൻ്റെ പൈസ സുധിക്ക് കൊടുക്കണം. സുധി മഹിമോട് പറയണു അനുഗ്രഹിക്കണം എന്നൊക്കെ പറയണു. പിന്നെ സുധി ഡോക്യുമെൻറ്റ്സ് ഒക്കെ മേടിച്ച് കൈ പിടിച്ച സമയത്ത് എല്ലാവരുടെയും കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു മഹിമ ഫസ്റ്റ് കസ്റ്റമറായി. സെക്കൻഡ് രേവതി ക്യാഷും കൊണ്ട് മുമ്പ് ചന്ദ്രമതി പറയുന്നത് വേറെ കച്ചവടം തന്നിട്ട് നീ പൈസ കൊടുത്താൽ മതി എന്ന് പറയണു. അപ്പോൾ അച്ചമ്മയ്ക്ക് ദേഷ്യം വന്ന് അച്ചമ്മ ചീത്ത പറയണം. എന്നിട്ട് ചന്ദ്ര ഇവിടെ വായു എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ രേവതിയുടെ കൈ നല്ല ഐശ്വര്യമുള്ള കൈയാണ്, ഒരുപാട് ദൈവങ്ങൾക്ക് മാല കെട്ടണ കൈയാണ്. രേവതി കൊടുത്ത നിൻ്റെ കൈ കൊണ്ട് വർക്കത്തുണ്ടാവുള്ളൂ പറഞ്ഞിട്ട് സുധിക്ക് കൊടുപ്പിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ചന്ദ്രനെ വിളിച്ചുകൊണ്ടിട്ട് ചന്ദ്രനോട് പറയണ എല്ലാ മക്കളും ഒരുപോലെ കണ്ടില്ലെങ്കിൽ നീ എന്നെ ഇങ്ങോട്ട് വരുത്തരുത്, എൻ്റെ തനി സ്വഭാവം നീ കാണിക്കരുത് ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ നല്ല വെടുപ്പിൽ ചീത്ത പറയാണ്. അത് കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞ സമയത്ത് അങ്ങനെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് സുധി പണിക്കാരെ വിളിച്ചിട്ട് ആ പഴയ സ്റ്റാഫുകളെ 2 പേരെയും പറഞ്ഞു വിട്ടിട്ട് പുതിയ സ്റ്റാഫുകളെ നിയമിക്കുകയാണ്, അവരോട് പൊക്കോളാൻ പറയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിലെ ശരിക്കും സുധിയുടെ മുതലാളിത്ത സ്വഭാവം കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചുരുക്കിയിട്ടാണ് ഞാൻ എൻ്റെ കഥ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കഥയായിട്ട് ഇഷ്ടമായ കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നാളെ വീണ്ടും വരാം കേട്ടോ.